നമ്മുടെ SIT മെക്കാനിക്കലിൻ്റെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ സെമിനാറിനെ കുറിച്ചാണ്. സെമിനാറിന് ഒരുപാട് ഡേറ്റ് വന്നു. സംഭവം എല്ലാവരും ഉടായ്പകളാണെങ്കിലും സാറന്മാരുടെ സ്നേഹമുള്ളവരാണ്. ഇതേ രീതിയിൽ ഈ സ്നേഹം എല്ലാവരോടും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവും എന്ന് ആശംസിക്കുന്നു. SIT മെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ മെക്കാനിക്കൽ ബ്രാഞ്ചിനെ മൊത്തം അനലൈസ് ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെക്കാനിക്കലിൻ്റെ എല്ലാവിധ ഫ്രീക്വൻസിയും ഒത്തിണങ്ങി പോകുന്ന ഒരു ബാച്ചാണ് SIT ബാച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. കാരണം എനിക്കത് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷമാണ് ഞാൻ പാസ് ഔട്ടായത്. അപ്പോൾ എനിക്കതിൻ്റെ എല്ലാവിധ ആ ഒരു പൾസ് ഉൾക്കൊണ്ട് പറയാൻ പറ്റും. ഇപ്പോഴത്തെ മെക്കാനിക്കൽ ബാച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ജൂനിയേഴ്സിനേക്കാളും എന്തുകൊണ്ടും ഫാർ ബെറ്ററാണ് എല്ലാ തരത്തിലും. അതുമാത്രമല്ല അവരുടെ സാറുമാരോടുള്ള ഒരു സമീപനവും എല്ലാ കാര്യങ്ങളിലും അവർ വളരെയധികം ആക്റ്റീവാണ്. എനിക്ക് ഇൻഡിവിജ്വലി തന്നെ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ കൂടി എനിക്ക് ഇൻഡിവിജ്വലി ഓരോരുത്തരോട് അത്രയധികം മതിപ്പുണ്ട്. അവരിത് തുടർന്നും അവരുടെ ലൈഫിൽ ഈ ഒരു പൾസ് ആ ഒരു എനർജി ഉൾക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ യുവർ SIT മെക് ടീം. SIT മെക്കാനിക്കൽ ഞാൻ അവർക്ക് ഒരു I think S4 ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഒരു 69 പിള്ളേർ, ഒരു മേളായിരുന്നു ആ ക്ലാസ്. റിയലി ഫോർ ദ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനിങ്ങനെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് മെക്കാനിക്കൽ എല്ലാ ബ്രാഞ്ചിനും എടുക്കാൻ വലിയ താല്പര്യം തുടങ്ങി. അപ്പോൾ അതാണ് എനിക്ക് അവരെ കൊണ്ടൊരു മെച്ചുണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോഴത്തെ SI പിള്ളേരെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് ഞാൻ അവർക്കാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ തന്നെ ആ ക്ലാസ്സിൻ്റെ ഒരു ആംബിയൻസ് എനിക്ക് ഫുള്ളായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്ര എളുപ്പമല്ല അവർ ക്ലാസ് എടുക്കാനായിട്ട്, കാരണം എല്ലാം ചറപറ വർത്താനമാണ്. പിന്നെ ഭയങ്കര ഫുൾ ഓഫ് എനർജിയാണ് അവരുടെ ക്ലാസ്സിൽ. എന്തായാലും അവരുടെ ക്ലാസ് എടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ഭയങ്കര നല്ല ഹൈറ്റ്സിലെത്തട്ടെ, നല്ല പൊസിഷനിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ കാണുന്ന സ്റ്റുഡൻസാണ് ഇപ്പോഴത്തെ SI സ്റ്റുഡൻസ്. എനിക്ക് തോന്നുന്നു ഈ കോളേജിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ഡൈനാമിക് സ്റ്റുഡൻസ് ആണ് ഇവരെന്ന്. അതർ ആക്ടിവിറ്റീസിലും ഈ കോളേജിലെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസാണ് ഇവർ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നൽകൂ മഹാമദേ, മാപ്പു നൽകൂ ഗുണനിധേ, മാലകാറ്റ കനിഞ്ഞാലും ദയാവാരിതേ. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ S3 ആണ് ഇവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നത്. ആദ്യം ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റ്. ഇവരായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതുപോലെ വിളക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ഇവിടുന്ന് പോയി. പണ്ട് കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ മെച്വേർഡായിട്ട് ആണ് എനിക്ക് കുട്ടികളെ തോന്നിയത്. കാരണം ഞാൻ അന്ന് ഹാൻഡിൽ ചെയ്തപ്പോൾ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഇവർ ക്ലാസ്സിൽ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുക, ബഹളം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് ബഹളം ഉണ്ടാക്കിയ പലരും തന്നെ ഇന്ന് ഞാൻ CAD ലാബ് ഹാൻഡിൽ ചെയ്യണ സമയത്ത് എനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവരുടെ ക്ലാസ്സിൽ. അതിനു മുമ്പ് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവരുടെ ക്ലാസ്സിൽ. നമ്മൾ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ എന്നേക്കാൾ വലിയ പിള്ളേർ, ഞാൻ പ്രണവ് EUവിനൊക്കെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് നല്ല പാഠങ്ങളാണ് ഇവർ തന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കാനും പറ്റുന്നുണ്ട്. മെഡിസിന് കിട്ടിയ മെക്കാനിക്കലിലെ ഏറ്റവും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഡൈനാമിക് ആൻഡ് വൈബ്രൻ്റ് ബാച്ചാണ്. Dear friends, I am really happy and you are all expect a better life, better future and better fortune and try your best and you will get better success and all the best. ഈ 4 വർഷം കഴിഞ്ഞ് കുട്ടികൾ പോകുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ പഠിച്ചു കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടുകാരെ എങ്ങനെ പിരിയുന്നോ ആ ഒരു അനുഭൂതിയാണ്. ഒരിക്കലും ഒരു സ്റ്റുഡൻസിനെ വിട്ട് പിരിയുന്നൊരു രീതിയല്ല. കാരണം നിങ്ങൾക്കറിയാം, ഒരു കഴിഞ്ഞ 2 വർഷത്തെ നമ്മുടെ വേഗയുടെ അപ്പോഴത്തെ സൗഹൃദം, അത് കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞ 1 വർഷം നമ്മുടെ കോളേജിലുണ്ടായ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം നമുക്കുണ്ടായ സൗഹൃദം, സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെ വിട്ടുപോകുന്ന അതേ ഒരു ഫീലിങ്സാണ്. അല്ലാതെ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനെ വിട്ടുപോകുന്ന ഒരു ഫീലിങ്സ് അല്ല, ഒരു അധ്യാപകൻ്റെ ഇതല്ല. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ വിട്ടുപോകുന്നത്. അപ്പോൾ എല്ലാ അധ്യാപകരും വി വിൽ റിയലി മിസ് യു ലോട്ട്. ഇനി
അടുത്ത ജൂനിയേഴ്സിനോടും പറയാനുള്ളത് ഇതേ പാത നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം കോളേജിൻ്റെ അതിൽ എന്ത് ആവശ്യം ഉണ്ടായാലും നമുക്കൊരു കാര്യത്തിന് വരെ വിളിക്കേണ്ടി വന്നിട്ടില്ല. എപ്പോഴും നമ്മളെ എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ ഈ SIT MEC റെഡിയാണ്. ഒരു കുട്ടി എന്നുള്ളതല്ല, ഒരു യുണൈറ്റഡ് ആണ് എല്ലാ ഡിസിഷനിലും. അതാണ് ഏറ്റവും ആദ്യം. ബാക്കി നിങ്ങൾ ജൂനിയേഴ്സിനോട് ഇനി പറയാനുള്ളത്, ഒരു കാര്യം തീരുമാനിച്ചാൽ ആ ക്ലാസ് മൊത്തം അല്ലെങ്കിൽ ആ ബ്രാഞ്ച് മൊത്തം യുണൈറ്റഡ് ആയിട്ട് നിൽക്കണം. സോ ബാച്ചിനെ പറ്റി ഞാൻ പിന്നെയും പറയുകയാണ്, ഐ മിസ് മൈ ഫ്രണ്ട്സ്, അത്രേ പറയാനുള്ളൂ, നോട്ട് സ്റ്റുഡൻസ്. താങ്ക് യു. So for me, this particular batch of students, 2010-2014, I have a special place. I have given them a special place in my mind. I found this batch is very quite dynamic and vibrant, and also they are displaying a lot of different abilities and activities throughout their career. But I have a certain points to mention about this particular batch. They are quite dynamic, they are energetic, have a lot of teamwork abilities, but they are playful also by nature. I wish all these students, entire 69 students we have, I wish them all the best in their future endeavors. Thank you. SIT മെക്കാനിക്കൽ സ്റ്റുഡൻസ് ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ച മെക്കാനിക്കൽ ബ്രാഞ്ച് സ്റ്റുഡൻസ് ആണ്. തീർച്ചയായിട്ടും കുറച്ച് നോട്ടി ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ. പക്ഷേ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നെ എപ്പോഴും അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരു ഗ്രൂപ്പ്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അങ്ങനെയാണ് എനിക്ക് അവരെ ഫീൽ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നെ എന്നും അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തീർച്ചയാണ് ഇവർക്കെല്ലാവർക്കും നല്ലൊരു ഭാവിയുണ്ടെന്ന് തീർച്ചയാണ്. സ്റ്റുഡൻസിന് ഞാൻ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ നേരുന്നു. താങ്ക് യു. ഞാൻ ഈ കോളേജിൽ വന്നിട്ടുള്ള ആദ്യത്തെ ബാച്ചിലർ സ്റ്റുഡൻസാണ്. മെക്കിനെ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അവരെല്ലാവരും 63 പേരുണ്ടായിരുന്നു. 63 പേരും ഒരേ മെൻറ്റാലിറ്റിയോടുകൂടി ഉള്ള സ്റ്റുഡൻസ് ആയിരുന്നു. വളരെ നല്ല ബാച്ചാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ നല്ലതും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ പാസ് ഔട്ടാവുന്ന SIT ബാച്ചുകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബാച്ചായിരുന്നു ഇപ്പോൾ പോകുന്ന SIT MEC. അവരെ 2 സെമ്മിൽ പഠിപ്പിക്കാൻ ഉള്ള ഭാഗ്യം എന്ന് പറയാൻ കിട്ടി. പിന്നെ S4 പഠിപ്പിക്കാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട്. പിന്നെ നമ്മളെ നമ്മളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് തരുന്നൊരു ബാച്ചായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വളരെ എന്താ പറയുക, ക്ലാസ് റൂം ആയാൽ SIT MECൻ്റെ ക്ലാസ് റൂം വരെ പോകണം, അല്ല പോലെ വേണമെന്നാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾ തന്ന റെസ്പെക്റ്റ്, പിന്നെ എവിടെ വെച്ച് കണ്ടാലും എന്നെ വിഷ് ചെയ്യുന്ന ഏക ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ SIT MECലെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് ആശംസിക്കുന്നു. One of the basic engineering subjects is mechanical engineering. I wish every success to the outgoing 8th semester mechanical engineering students 2014. As the professor of humanities, I have enjoyed teaching these MEC students who call themselves Royal MEC. Well, I should say they have been real royal in their behavior. They have been very active, very intelligent, and in fact, sometimes I should say also very troublesome, in the sense that they are too active for a class. But I enjoyed teaching them, and I am sure they have enjoyed my classes. I wish them all the best. That's all. Thank you very much.